ആമേൻ. ഇതിന് മറയില്ല, വചനത്തിന് മറയില്ല, വചനത്തിന് ബന്ധനമില്ല. ആരെങ്കിലും ബന്ധിച്ചാൽ അത് പൊട്ടും. എടാ, വചനം യേശു അകത്തുണ്ടെങ്കിൽ നിന്നെ ഒരു വ്യക്തിക്കും ബന്ധിക്കാൻ ഒക്കത്തില്ല. ആമേൻ, ആമേൻ. കാരണം നീ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. ആമേൻ, ക്രിസ്തുവിന്റെ അകത്ത് വസിക്കുന്നവനാണ്. അതിനാൽ നീ ജയം പ്രാപിച്ചിരിക്കും. ഇല്ലേ? പൗലോസ് പറയുന്ന ക്വാളിറ്റി നോക്കി, എന്തോ ക്വാളിറ്റിയാ. എന്നിട്ട് പറയാ, ഇതെല്ലാം ഞാൻ ഛേദമെന്നുള്ളവയാണ്. ആമേൻ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, എത്ര തന്നെ ക്വാളിറ്റി ഉണ്ടെങ്കിലും, പവർ ഉണ്ടെങ്കിലും, പണം ഉണ്ടെങ്കിലും, പദവി ഉണ്ടെങ്കിലും, എത്ര തന്നെ കൃപാവരം ഉണ്ടെങ്കിലും, ആമേൻ, നമ്മൾ ഇതിനെല്ലാം അല്ല മഹത്വം വെക്കേണ്ടത്. ഞാൻ മഹത്വം വെക്കേണ്ടത് ക്രിസ്തുവിലായിരിക്കണം. എന്റെ പ്രത്യാശ വെക്കേണ്ടത് ക്രിസ്തുവിലായിരിക്കണം. എന്റെ നടപ്പ് ക്രിസ്തുവിലായിരിക്കണം. എന്റെ ജീവിതം ക്രിസ്തുവിലായിരിക്കണം. ആമേൻ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാ, അത് നിങ്ങളുടെ വീട്ടിന് അനുഗ്രഹമാ, തലമുറകൾക്ക് അനുഗ്രഹമാ, ആമേൻ, മാതാപിതാക്കൾക്ക് അനുഗ്രഹമാ, സമൂഹത്തിന് അനുഗ്രഹമാ, സമത്വത്തിന് എല്ലാവർക്കും അനുഗ്രഹമാ. പക്ഷെ അതൊക്കെ വേണം, വേണ്ടെന്നല്ല. അറിവ് വേണം, വേണ്ടെന്നല്ല. വിദ്യാഭ്യാസം വേണം, വേണ്ടെന്നല്ല. ആമേൻ, ജ്ഞാനം വേണം, വേണ്ടെന്നല്ല. ഇതെല്ലാം ഇരിക്കുമ്പോൾ തന്നെ ഇതിനെ വലുതായി കാണാതെ മഹത്വത്തെ വലുതായി കണ്ടാൽ, ആമേൻ, മഹത്വത്തെ പിൻപറ്റിയാൽ, ക്രിസ്തുവിനെ വലുതായി കണ്ടാൽ, അവിടെയാണ് നിങ്ങളുടെ വിജയം.